ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2023-24 വർഷത്തെ ബേസിക് സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക് സയൻസിൽ തന്നെയാണ് നിങ്ങളുടെ 3 സബ്ജക്റ്റുകളും അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ആൻസർ എനി 3 questions from 1 to 4. ഈച്ച് ക്യാരീസ് 1 score. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്? ഏതാണ് ഇതിലെ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഇവിടെ 2 പെയർ തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പെയറിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിലേഷൻ നോക്കിയിട്ട് സെക്കൻഡ് പെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് പെയർ തന്നിട്ടുള്ളത് അക്ലിറേഷൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഡെൻസിറ്റി കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ്. Third question, what is the focal length of a spherical mirror of radius of curvature 24 cm? അഥവാ ഒരു 24 cm കർവേച്ചർ ഉള്ള ഒരു റേഡിയസ് ആയിട്ടുള്ള ഒരു മിററിൻ്റെ സ്ഫെറിക്കൽ മിററാണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6 cm, 10 cm, 12 cm, 40 cm. എത്രയായിരിക്കും? 24ൻ്റെ നേരെ ഹാഫ് ആയിരിക്കും, അഥവാ 12 cm ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, 3 magnets are depicted. Iron nails are attached to the pole of each magnet. Choose the correct picture. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 3 മാഗ്നറ്റ് തന്നിട്ടുണ്ട്. അതിലെ ഓരോ മാഗ്നറ്റിൻ്റെയും പോളിലെ ഇരുമ്പാണികൾ ആകർഷിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ശരിയായ ചിത്രം ഏതാണ് ശരിയായിട്ടുള്ള പിക്ചർ ഏതാണ്? പിക്ചർ സി ആണ്. ഓക്കെ, അപ്പം ആണ് ഇരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നെക്സ്റ്റ്, ആൻസർ എനി 4 questions from 5 to 9. ഈച്ച് ക്യാരീസ് 2 score. എന്താണ്? 5 മുതൽ 9 വരെയുള്ളതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. അപ്പോൾ ഇവിടെ 5ാമത്തെ ചോദ്യം, ഗിവൺ ബിലോ ആർ സം സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ക്യാൻ ബി ബെനിഫിഷ്യൽ ഓർ നോൺ ബെനിഫിഷ്യൽ. ടാബുലേറ്റ് ദം സ്യൂട്ടബിളി. താഴെ നമുക്ക് എന്താണ്? കുറച്ച് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആയിട്ടും നോൺ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതിനെ ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് വിത്ത് എ പെൻ. എന്താണ്? നമ്മളൊരു പെൻ ഉപയോഗിച്ചുകൊണ്ട് നോട്ട്ബുക്കിൽ എഴുതുകയാണ്. അതെന്താണ്? ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ എന്നുള്ളതിലാണ്. ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ. ഓപ്ഷൻ ബി, വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്. എന്താണ്? യന്ത്രങ്ങളുടെ അതിൻ്റെ തേയ്മാനം. അതെന്താണ്? അത് ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യൽ എന്നതിലാണ് വരേണ്ടത്. സി, ഹോൾഡിംഗ് ഒബ്ജക്ട്സ്. ഒരു വസ്തുക്കളെ നമ്മൾ പിടിക്കുക, ഹോൾഡ് ചെയ്യുക എന്നത്. അതെന്താണ്? അവിടെ ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ എന്നുള്ളതാണ്. ഡി, ഫ്യൂവൽ ലോസ് ആണ്. ഫ്യൂവൽ ലോസ് ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യൽ എന്നുള്ളതിനാണ് എഴുതേണ്ടത്. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ. ബോത്ത് ബീക്കേഴ്സ് കണ്ടെയ്ൻ ദ സെയിം വോളിയം ഓഫ് വാട്ടർ. താഴെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ 2 ബീക്കറിലും എന്താണ്? അതിലുള്ള വെള്ളം എന്ന് പറയുന്നത് സെയിം വോളിയം ഓഫ് വാട്ടർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബീക്കർ എക്സ്പീരിയൻസസ് മാക്സിമം പ്രഷർ അറ്റ് ദ ബോട്ടം. ബോട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് ഏതാണ്? ബീക്കർ എ ആയിരിക്കും. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണെന്ന് ആൻസർ ചെയ്യാനാണ്. ദ പ്രഷർ എക്സ്റ്റെർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അവിടെ എന്താണ്? ഹൈറ്റ് കൂടുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. Then 7th question, light rays incident parallel to the principal axis of a concave mirror is shown below. താഴെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു കോൺകേവ് മിററിലൂടെ ഒരു സമാന്തരമായിട്ട് പാരലലായിട്ട് പ്രകാശ റേസ് പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചോദ്യം, റീഡ് ഡ്രോ ആൻഡ് ഡയഗ്രാം ആൻഡ് മാർക്ക് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ബൈ ട്രേസിങ് ദ റിഫ്ലക്റ്റഡ് റേസ്. ഇവിടെ തന്നിട്ടുള്ളതിൽ നിന്നും നിങ്ങളുടെ അടുത്ത് എന്ത് വരക്കാനാണ്? ഇതിൻ്റെ റേസിൻ്റെ സഹായത്തോടു കൂടി ഇതിൻ്റെ ഫോക്കസ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാരലലായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്? 2 ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ വരച്ച പോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അത് രണ്ടും കൂടി കൂട്ടുമുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ എഫ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഫോക്കസ് പോയിന്റ്. ഇതിൽ ബി ചോദ്യം, ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദിസ് മിറർ റിയൽ ഓർ വിർച്വൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ ഒരു ഫോക്കസിലൂടെ പോകുന്നതിലെ ആ ഒരു
എന്താ പറയുക, ആ ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് റിയൽ ആണോ അതോ വിർച്വൽ ആണോ എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എന്താണ്? റിയൽ ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് ദ റേസ് ഓഫ് ദ ലൈറ്റ് ഫോൾ ഓൺ എ സ്ക്രീൻ ബൈ ഫോക്കസിങ് ദം അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ എ കോൺകേവ് മിറർ. എന്താ പറയുന്നത്? നമുക്കറിയാം, ഒരു കോൺകേവ് മിററിലൂടെ സമാന്തരമായിട്ട് പാരലലായിട്ട് പോകുന്ന രശ്മികളെ ഫോക്കസിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അത് റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ് ഫ്രം എ ട്രാവൽസ് 4 മീറ്റർ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ റീച്ചസ് ബി ആൻഡ് റിട്ടേൺ ടു എ. അഥവാ നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുകയാണ്. അപ്പോൾ അത് ഒരു 4 മീറ്റർ സഞ്ചരിച്ചിട്ട് അതെങ്ങനെയാണ് സഞ്ചരിച്ചത്? സ്ട്രെയിറ്റ് ലൈനായിട്ടായിരുന്നു. എന്നിട്ട് എയിൽ നിന്നും സഞ്ചരിച്ചത് ബിയിലെത്തി ശേഷം വീണ്ടും എയിലേക്ക് എത്തിച്ചേരുകയാണ്. ദെൻ ഇവിടെ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ? ആ സ്റ്റോൺ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? എത്രയാണ്? ആദ്യം എയിൽ നിന്നും ബിയിലേക്ക് എത്തി അല്ലേ? പിന്നെ എന്ത് സംഭവിച്ചു? അത് വീണ്ടും ബിയിൽ നിന്നും എയിലേക്ക് എത്തി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ദൂരം 4 സെൻറ്റിമീറ്ററും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളത് 4 മീറ്ററും. അപ്പോൾ എത്രയായി? ടോട്ടൽ 8 മീറ്റർ ആയി. ഇനി ബി, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റോൺ? ഇവിടെ എന്തെങ്കിലും അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 0. ദ 9th ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് എ ഫയർ. ഈസ് ദിസ് മെത്തേഡ് അപ്ലിക്കബിൾ ഫ്രം വെൻ പെട്രോൾ ഓർ ഡീസൽ കാച്ചസ് ഫയർ? വൈ? എന്താണ്? നമ്മൾ സാധാരണയായിട്ട് തീ കെടുത്താൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? വാട്ടർ ഉപയോഗിക്കാറുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ പെട്രോളോ ഡീസലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തീ പിടിക്കുമ്പോൾ അവിടെ തീ അണക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ വെള്ളത്തിന് സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ദ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡീസൽ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. സോ പെട്രോൾ ഓർ ഡീസൽ ഫ്ലോട്ട് എബവ് ദ വാട്ടർ. ഹെൻസ് ഇഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് ഫയർ ഇറ്റ് കോസസ് ദ ഫയർ സ്പ്രെഡ് മോർ. അവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെയാകുമ്പോൾ ഇവിടെ പെട്രോളിനും ഡീസലിനൊക്കെ എന്ത് കുറവാണ്? അതിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക. ഒരിക്കലും അത് തീ അണക്കാൻ വേണ്ടി സഹായിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 10 to 30 ഈച്ച് ക്യാരീസ് 3 മാർക്ക്. അപ്പോൾ 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ എഴുതുക. 3 സ്കോർ വീതമാണ്. 10ാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ സം റീസൺസ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺസ് എഴുതാനാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ബൈ റോളിംഗ് ദാൻ സ്ലൈഡിങ്. എന്താണ്? വസ്തുക്കളെ നമ്മൾ സ്ലൈഡ് ചെയ്തുകൊണ്ട് അല്ലേ നിരക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത് ചെയ്യുന്നത്? റോൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായതുകൊണ്ടാണ്. ഇനി അടുത്തത്, അസ്ട്രോണറ്റ് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് സ്യൂട്ട്. ഈ ബഹിരാകാശത്തൊക്കെ പോകുന്ന അസ്ട്രോണമേഴ്സൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. കാരണം എന്താണ്? ദർ ഈസ് നോ എയർ പ്രഷർ ഇൻ ദ സ്പേസ് സ്യൂട്ട് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദിസ് സിറ്റുവേഷൻ. അത് നമുക്കറിയാം, സ്പേസിൽ എന്താണ്? എയർ പ്രഷറൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അതൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ സി, സ്വിങ് നീഡിൽസ് ആർ മെയ്ഡ് വിത്ത് എ ഷാർപ്പ് ടിപ്സ്. തുന്നൽ സൂചിയുടെ അഗ്രം, അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ കൂർത്ത, വളരെ നേർത്ത രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? വെൻ ദ ഏരിയ ഓഫ് ദ ടിപ്പ് ഓഫ് നീഡിൽ ഡിക്രീസസ് ആൻഡ് പ്രഷർ ഇൻക്രീസസ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ അതിൻ്റെ പരപ്പളവ് അല്ലേ, അതിൻ്റെ ഏരിയ കുറയുമ്പോൾ അവിടെ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തുന്നിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ആ ടിപ്പ് ഇത്രയും നേർത്തതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്, എ മാഗ്നറ്റിക് കോമ്പസ് മേക്സ് യൂസ് ഓഫ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. അഥവാ നമ്മളൊരു മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഡയറക്ഷൻ, നമ്മൾ പല ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതിലെ എ ചോദ്യം, വൈ ഡസ് ദ മാഗ്നറ്റിക് നീഡിൽ ഓഫ് ദ കോമ്പസ് ഓൾവേസ് കം ടു റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ? എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു മാഗ്നറ്റിക് കോമ്പസിലെ ആ ഒരു നീഡിൽ ഈ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് എർത്ത്സ് മാഗ്നറ്റ്. എർത്തിൻ്റെ ആ ഒരു മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ടാണ്. ബി ചോദ്യം, Is it possible to find the north-south direction of the magnetic needle is placed inside a soft iron case? Why? നമ്മളൊരു ഇരുമ്പ് കേസിനകത്ത്, അയൺ കേസിനകത്ത് ഒരു കാന്തസൂചി നീഡിൽ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും? അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റുമോ? ഇല്ല. നോ.
permeability of the soft iron case prevent the needle from the moving inside the case. നമ്മളൊരു അയൺ കേസിനകത്താണ് വെക്കുന്നത് അല്ലേ, അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുക, അത് അയൺ കേസിലേക്കാണ് അതിൻ്റെ ആകർഷണം ഉണ്ടാവുക, അതൊരിക്കലും ഒരു ഡയറക്ഷൻ കാണിച്ചു തരാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുന്നത്. Next, 12th question. The picture below shows the reflection of a light ray from a plane mirror. ഒരു പ്ലെയിൻ മിററിൽ ഒരു റേ ഉണ്ടാകുമ്പോൾ പതിക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓൺ ഈസ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ദ ഇൻസിഡൻസ്. എന്താണ് ഇവിടെ ചിത്രത്തിൽ ON എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ഇൻസിഡൻസ്, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ചോദ്യം വിച്ച് ഈസ് ദ ഇൻസിഡൻറ്റ് റേ, ഇതിൽ ഏതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്? പതന രശ്മി എന്ന് പറയുന്നത് ഏതാണ്? PO എന്നുള്ളതാണ്. ഓക്കെ, PO എന്നതാണ്. ഇനി ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 40 ഡിഗ്രി വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്രയാണ്? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് 40 ഡിഗ്രി തന്നെയായിരിക്കും. സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്പ് യു ടു അറൈവ് അറ്റ് ദിസ് കൺക്ലൂഷൻ. എങ്ങനെയാണ് നിങ്ങൾ ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത്? അതിൻ്റെ ലോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ലോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫിസിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്യൂട്ടബിളി മാച്ച് കോളം A, B ആൻഡ് C. A, Bയും Cയും കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ്. ഇലക്ട്രോമാഗ്നറ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇതിൽ ഏത് ഓപ്ഷനാണ്? ദ വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി എന്നതാണ് ഓപ്ഷൻ B കോളത്തിലുള്ളത്. C കോളത്തിൽ നിന്നും മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് വരേണ്ടത്. ഇനി സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയണുമായി ബന്ധപ്പെട്ടത് ഗ്രേറ്റ് സസെപ്റ്റിബിലിറ്റി എന്നുള്ളതാണ്. അതിൽ C കോളത്തിൽ നിന്ന് വരേണ്ടത് ഹയർ എബിലിറ്റി ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് എന്നുള്ളതാണ്. ഇനി സ്റ്റീലാണ്. സ്റ്റീലുമായി ബന്ധപ്പെട്ടത് ഗ്രേറ്റർ റിറ്റൻറ്റിവിറ്റി ആണ്. ഇനി സിയിലുള്ളതുമായിട്ട് ഹയർ എബിലിറ്റി ടു റിറ്റൈൻ മാഗ്നറ്റിസം അക്വേർഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി അടുത്തത് നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 1 to 4. 1 മുതൽ 4 വരെയുള്ള ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. ഒന്നാമത്തേത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, മെൽറ്റിംഗ് ഓഫ് വാക്സ്, കട്ടിംഗ് ഓഫ് വുഡ്. ഇതിലേതാണ്? എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് എന്നുള്ളതാണ് അവിടെ കെമിക്കൽ ചേഞ്ച് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തേത് മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻറ്റു തിൻ ഫൈൻ വയേഴ്സ്, ദ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ്. എന്താണ്? ലോഹങ്ങളൊക്കെ വലിച്ചു നീട്ടാൻ വേണ്ടി കനം കുറഞ്ഞ എന്താണ് നമ്മൾ വയേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഈ സവിശേഷത, ഈ ഒരു സ്പെക്കുലാരിറ്റിയിൽ പ്രോപ്പർട്ടിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഡക്റ്റിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഡക്റ്റിലിറ്റി. മൂന്നാമത്തേത് വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് പ്രസൻറ്റ് ഇൻ മെത്തനോൾ മിക്സ്ചർ. അഥവാ മെത്തനോളിൽ നിന്നും അതിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ, കോൺഫിഗറേഷൻ, ക്രൊമാറ്റോഗ്രഫി. ഏതാണ്? ഡിസ്റ്റിലേഷൻ എന്നുള്ളതാണ്. ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്നുള്ളതാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നാലാമത്തത് ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. താഴെയുള്ളതിൻ്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. മിൽക്ക് ആണെങ്കിൽ കൊളോയിഡ്, അങ്ങനെയാണെങ്കിൽ മഡി വാട്ടർ എന്താണ്? അവിടെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 9. 5 മുതൽ 9 വരെയുള്ളതിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 2 സ്കോർ വീതമാണ്. അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് പുറത്തു വരുന്നത്? ഏതാണ്? ഹൈഡ്രജൻ ആണ്. ബി ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഏതാണ്? പൊട്ടാസ്യം, കോപ്പർ, കാൽസ്യം. ഏതാണ്? കോപ്പർ ആണ്. Then 6th question, what is the difference between exothermic and endothermic reactions? എന്താണ് എക്സോതെറാമിക് റിയാക്ഷനും എൻഡോതെറാമിക് റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് എക്സോതെറാമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ലിബർട്ടഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. എൻഡോതെറാമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഒന്ന് ലിബർട്ട് ആണ്, ഒന്ന് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. Then 7th question,
കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. Zn + 2HCl അതെന്ത് വരും? ZnCl2 2 എന്നത് ഡൗൺ ആയിട്ട് എഴുതണം. ഓക്കെ, Cl2 + H2 എന്നായിട്ട് വരും. ദെൻ ഇതിലെ ബി ചോദ്യം, ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ ബട്ടർ മിൽക്കൊന്നും ഒരിക്കലും അലുമിനിയം വെസൽസിലൊന്നും സ്റ്റോർ ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താണ്? ബട്ടർ മിൽക്ക് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ് വിച്ച് റിയാക്ട് വിത്ത് അലുമിനിയം ആൻഡ് എഫക്റ്റ് അവർ ഹെൽത്തി ബാഡ്ലി. എന്താണ്? ബട്ടർ മിൽക്കിൽ എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അത് അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് നല്ല രീതിയിലല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ മിൽക്ക് ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ സൂക്ഷിക്കാത്തത്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് സോല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് പ്രസൻറ്റ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിൽ കാണുന്ന സോൾവെൻറ്റും സൊല്യൂട്ടും ഏതാണ്? സൊല്യൂട്ട് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലെ? CO2 ആണ്. സോൾവെൻറ്റ് എന്ന് പറയുന്നത് അവിടെ വാട്ടർ ആണ്. 9th ക്വസ്റ്റ്യൻ, take some silver bromide in 2 dry watch glasses, wrap one of them with black paper, keep both of them in sunlight for some time. നമ്മളെടുത്ത് ഡ്രൈ ആയിട്ടുള്ള 2 വാച്ച് എടുത്തിട്ട് അതിൽ എന്ത് തേക്കണം? സിൽവർ പ്രൊമൈഡ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടും മറ്റൊന്ന് നോർമലായിട്ടും സൺലൈറ്റിൽ കുറച്ച് നേരം വെച്ച് നോക്കുക. ചോദ്യം, ഇൻ വിച്ച് വാച്ച് ഗ്ലാസ് ഡസ് ദ കളർ ഓഫ് സിൽവർ പ്രൊമൈഡ് ചേഞ്ച്? ഏതിലാണ് ഇതിൽ സിൽവർ പ്രൊമൈഡ് ചേഞ്ച് ആയിട്ടുള്ളത്? ഏതിലായിരുന്നു? ദ വാച്ച് ഗ്ലാസ് വിത്ത് റാപ്ഡ് വിത്ത് ബ്ലാക്ക് പേപ്പർ, അതിലായിരുന്നു ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഈ കെമിക്കൽ ചേഞ്ചിന് കാരണമായിട്ടുള്ള ഫോം ഓഫ് എനർജി ഏതാണ്? ലൈറ്റ് എനർജിയാണ്. ഇനി ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 10 to 13. 10 മുതൽ 13 വരെയുള്ളതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതണം. 10ാമത്തേത്, സിംബൽ ഓഫ് സോഡിയം ഈസ് Na. സോഡിയത്തിൻ്റെ സിംബൽ Na ആണ്. റൈറ്റ് ദ ലാറ്റിൻ നെയിം ഓഫ് ഇറ്റ്. ഇതിൻ്റെ ലാറ്റിൻ നെയിം എന്താണ്? നേട്രിയം എന്നുള്ളതാണ്. ഓക്കെ, നേട്രിയം. ദെൻ H ഈസ് ദ സിംബൽ ഓഫ് ഹൈഡ്രോജൻ. H എന്ന് പറയുന്നത് ഹൈഡ്രോജൻ്റെ സിംബലാണ്. വാട്ട് ഡു 5H2 ആൻഡ് 5H ഇൻഡിക്കേറ്റ്? ഇതിൽ 5H2 എന്ന് പറഞ്ഞാലും 5H എന്ന് പറഞ്ഞാലും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 5H2 ഇൻഡിക്കേറ്റ് 5 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ്റെ 5 മോളിക്യൂൾസിനെയാണ് 5H2 എന്ന് പറയുന്നത്. 5H എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് 5 ആറ്റംസ് ഓഫ് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ്റെ 5 ആറ്റത്തിനെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ, വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഇനി ഇതിൽ ബി ചോദ്യം, വിച്ച് ഈസ് ദ സൊല്യൂഷൻ യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് കോപ്പർ ഓൺ ആൻഡ് അയൺ ബാങ്കിൾ? ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇരുമ്പ് വളകളിലൊക്കെ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്നത് ഏത് സൊല്യൂഷനാണ്? ഏതാണ് സൊല്യൂഷൻ? നമ്മൾ പറഞ്ഞു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. സി, വിച്ച് ഈസ് ദ സെൽ യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ്? ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ പേര് ലിഥിയം അയൺ സെല്ലാണ്. ഓക്കെ, ലിഥിയം അയൺ സെല്ല്. ബി, റൈറ്റ് ദ പ്രൊസീജിയർ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ റസ്റ്റിംഗ് അയൺ. എന്താണ്? ഇരുമ്പൊക്കെ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാധീനിക്കുന്ന ഘടകമായിട്ടുള്ള അതിനെക്കുറിച്ച് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൽ ബി ചോദ്യം, സജസ്റ്റ് 1 മെത്തേഡ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. അയണൊക്കെ ലോഹനാശനം തടയാനുള്ള ഒരു മാർഗം, ഒരു മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റസ്റ്റിംഗ് ഓഫ് അയണിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റ് എന്താണ്? ഒന്നുകിൽ നമുക്ക് അപ്ലൈയിങ് ഓയിൽ, ഗ്രീസ് ഓർ പെയിൻറ്റ്, ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ 13th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷനും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് കോൾഡ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ബീയിങ് ഡിസോൾവ്ഡ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ ബി ചോദ്യം, റൈറ്റ് 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സോലിബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ടും ടെമ്പറേച്ചറും. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രി കഴിഞ്ഞു. ഇനി അടുത്ത പേപ്പറായിട്ടുള്ള ബയോളജി നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. ഒന്നാമത്തേത്, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഇതിൽ നിന്നും ഓഡ് വൺ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് എഴുതണം. ബ്യോൾ, ജംന പ്യാരി, അറ്റപ്പാടി ബ്ലാക്ക്, നീലരവി.
ഓക്കെ, നീലിരവി. ഇതിലേതാണ് നീലരവി എന്നുള്ളതാണ് ഒറ്റപ്പെട്ടത്, കാരണം അതേഴ്സ് ആർ വെറൈറ്റീസ് ഓഫ് ഗോഡ്, ആടിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ. രണ്ടാമത്തേത് ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ്. താഴെയുള്ളതിൻ്റെ വേർഡ് പെയർ മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. എന്താണ് എ കൊടുത്തിട്ടുള്ളത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വോസ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. ഓക്കെ, റോബർട്ട് എച്ച് വിറ്റാക്കർ. ഇനി അടുത്തത് ബി ഡോഗ് കാനിസ് ഫെമിലിയാരിസ്. ഇത് ചെന്നൈയിലേതാണ്? കാനിസ് ലൂപ്പസ് ആണ്. ഓക്കെ, കാനിസ് ലൂപ്പസ്. ഇനി മൂന്നാമത്തേത് കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. താഴെയുള്ളതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. എ സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഈസ് നോൺ ആസ് ക്യൂണിക്കൾച്ചർ. ദ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ് ഈസ് ഇൻ ന്യൂട്രിയൻറ്റ് സോൾവെൻറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോപോണിക്. ഇതിലേതാണ്? ഇതിൽ എ ആണ് തെറ്റുള്ളത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഹിൻസ് അബൌട്ട് സം ഓർഗാനിസംസ് ആർ ഗിവൺ ബിലോ. നെയിം ദ കിങ്ഡം ഓഫ് വിച്ച് ദീസ് ഓർഗാനിസംസ് ഡസ് ബിലോങ്. ഇവിടെ തന്നിട്ടുള്ളതിനനുസരിച്ച് ഇത് ഏത് ഓർഗാനിസം ആണെന്ന് തിരിച്ചറിയാൻ. ഒന്നാമത്തേത് ഓട്ടോട്രോഫിക്, മൾട്ടി സെല്ലുലാർ, നോൺ മോട്ട്ലി ഓർഗാനിസംസ്. ഇതേതാണ്? ഇത് പ്ലാന്റേയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, വിത്ത് എ ന്യൂക്ലിയസ് ആണ്. അതായതാണ് പ്രോട്ടിസ്റ്റയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമത്തേത് പ്രോട്ടിസ്റ്റ എന്നും വരും. നെക്സ്റ്റ് ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 9. ഈച്ച് ക്യാരീസ് 2 സ്കോർ. ഓക്കെ, ഫിഫ്ത്ത് വൺ സയൻറ്റിഫിക് നെയിം ഓഫ് എ പ്ലാന്റ് ഈസ് മാൻജിഫെറ ഇൻഡിക. എ ചോദ്യം വാട്ട് ഡസ് ദ ഫസ്റ്റ് നെയിം ആൻഡ് ദ സെക്കൻഡ് ടേം റെഫർ ഇൻ ദി സയൻറ്റിഫിക് നെയിം. ഇതിലെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്തിനെയാണ്? മാൻജിഫെറ എന്ന് പറയുന്നത് അതിൻ്റെ ജീനസും അതുപോലെ തന്നെ ഇൻഡിക എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷ്യസുമാണ്. ദെൻ റൈറ്റ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ഓഫ് ഓർഗാനിസംസ്. എന്താണ് ഇതിൻ്റെ നെയിം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ്? ദ്വിനാമ പ്ലാനിങ് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ദ്വിനാമ പ്ലാനിങ്. ദെൻ സിക്സ്ത് വൺ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെയുള്ള പിക്ചർ നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. എ ചോദ്യം ഐഡൻറ്റിഫൈ ദ പാത്തഗോൺ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. ഇത് ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് പാത്തഗോണാണ്? ഇത് വൈറസ് ആണ് അല്ലേ. Which characteristics of these pathogens and speed up the spread of disease that they cause. എങ്ങനെയാണ് ഇതിൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് മൂലമാണ് ഇത്രയും സ്പ്രെഡ് വരാനുള്ള ഡിസീസൊക്കെ സ്പ്രെഡ് വരാനുള്ള കാരണം എന്താണ്? ആസ് ഇറ്റ് ഈസ് എ ആക്സിലറ ആൻഡ് മൾട്ടിപ്ലൈസ് യൂസിങ് മെറ്റീരിയൽസ് പ്രസൻറ്റ് ഇൻ ഹോസ്റ്റ് സെൽ ഇറ്റ് മൾട്ടിപ്ലൈസ് റാപ്പിഡ്ലി ആൻഡ് ഡിസ്ട്രോയ് ഹോസ്റ്റ് സെൽ ആൻഡ് എൻറ്റർ ഇൻ ടു ന്യൂ സെൽ വിച്ച് ലെഡ്സ് ടു ദ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. അഥവാ ഇതെന്ന് പറയുന്നത് എന്താണ്? സ്വന്തമായിട്ടൊരു കോശമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഏതിനെയാണോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുകയും അത് ആ കോശത്തെ ഡിസ്ട്രോയ് ചെയ്യുകയും അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു റാപ്പിഡായിട്ടുള്ള സ്പ്രെഡ് നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും വേഗം സ്പ്രെഡ് നടക്കുന്നതിന് സ്വന്തമായിട്ട് കോശമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നെക്സ്റ്റ് സെവൻത്ത് വണ്ണാണ് റൈറ്റ് 2 മെയിൻ ഐഡിയാസ് ദാറ്റ് ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എ സെമിനാർ അബൌട്ട് ദ ടോപ്പിക് റോൾ ഓഫ് ഓൺലൈൻ ഓർഗനൈസേഷൻ ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഥവാ കാർഷിക വിപണിയിൽ ഓൺലൈൻ കൂട്ടായ്മകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു സെമിനാർ നടക്കുകയാണ്. അപ്പോൾ അതിൽ അവതരിപ്പിക്കാനുള്ള 2 ഐഡിയാസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ കസ്റ്റമേഴ്സ് ഫോർ ഈക്വലി ഓർഗാനിക് പ്രൊഡക്ട്സ് ആൻഡ് എൻഷുർ ഹൈ പ്രൈസസ്. ഓക്കെ, മറ്റൊന്ന് ടു ഷെയർ എക്സ്പീരിയൻസസ് ആൻഡ് നോളജ്. ഇത് രണ്ടും അവതരിപ്പിക്കാൻ പറ്റിയ 2 ഐഡിയാസാണ്. നെക്സ്റ്റ് വൺ സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഗിവൺ ബോക്സ് ആൻഡ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ അപ്ലിക്കേഷൻ ഓഫ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ യൂസ്ഡ് റെഗുലർലി, എൻഷുർ അഡിക്വേറ്റ് ഇറിഗേഷൻ, ensure the presence of biofertilizer in the soil, apply chemical fertilizers properly. ഇതിൽ ഏതാണ് 2 പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്? ഒന്ന് എൻഷുർ അഡിക്വേറ്റ് ഇറിഗേഷൻ എന്നുള്ളതും എൻഷുർ ദ പ്രസൻസ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ എന്നുള്ളതുമാണ്.
Ninth question, a flowchart illustrating the organization of a organism is given below. താഴെ എന്താണ് നമുക്കൊരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓർഗാനിസംസിൻ്റെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ളതാണ്. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് എഴുതേണ്ടത് ഫസ്റ്റ് സെല്ല്, പിന്നെ ടിഷ്യൂ, ഓർഗൻ, ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി. ഒന്നുകൂടെ പറയാം, സെൽ, ടിഷ്യൂ, ഓർഗൻ, ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി. ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 10 to 13 ഈച്ച് ക്യാരീസ് 3 മാർക്ക്. 10 മുതൽ 13 വരെയുള്ളതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. ഓക്കെ, 10th question ആണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റൈറ്റിംഗ് ദ ഡിഫറെൻറ്റ് ടാക്സോണമിക് ലെവൽസ് ഓഫ് കാറ്റ് അക്കോർഡിംഗ് ടു ദ 6th കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം 6th കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ അറിയാം. അതിൻ്റെ ബേസ് ചെയ്തിൽ കാറ്റിനനുസരിച്ചുള്ള അതിൻ്റെ ഓരോ ലെവൽസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഡൊമൈനിൽ ഏതാണ്? യുക്കാരിയ. കിങ്ഡം ഏതാണ്? ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഫൈലം എന്നുള്ളിടത്ത് നമ്മൾ എഴുതേണ്ടത് അനിമേലിയ എന്നുള്ളതാണ്. ഇനി മാമേലിയ തന്നിട്ടുണ്ട്, അതെന്താണ്? അതിൻ്റെ കോർഡേറ്റയാണ്. ഓക്കെ, കോർഡേറ്റയാണ്. ഓർഡർ എന്നുള്ളത് അതിൻ്റെ കാർണിവോറയാണ്. ഫാമിലി എന്നുള്ളത് ഫെലിഡയാണ്. ജീനസ് എന്നുള്ളത് ഫെലിസാണ്. സ്പീഷ്യസ് എന്നുള്ളത് അതിൻ്റെ ഡൊമസ്റ്റിക്കസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ 1, 2, 3 എന്നുള്ളിടത്ത് ഈ കറക്റ്റ് ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്, ടാബുലേറ്റ് ദ ഗിവൺ ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു മോഡേൺ ഫാമിംഗ് മെത്തേഡ് സ്യൂട്ടബിളി. താഴെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് മോഡേൺ ഫാമിംഗ് മെത്തേഡിൻ്റെ അടിസ്ഥാനത്തിൽ ടാബുലേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ദ സോയിൽസ് ഈസ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. ദ ക്രോപ്പ് ഫീൽഡ്സ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പെറൻറ്റ് പോളിത്തീൻ ഷീറ്റ്. സ്യൂട്ടബിൾ ക്രോപ്പ് ഈസ് സെലക്റ്റഡ് by studying the amount of nutrients, pH and water availability in the soil. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് 2 എണ്ണാക്കാം. ഒന്ന് പ്രിസിഷൻ ഫാമിങ്ങും മറ്റൊന്ന് പോളി ഹൗസ് ഫാമിങ്ങും. പ്രിസിഷൻ ഫാമിങ്ങിൽ വരുന്നത് ദ സോയിൽ ഈസ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ് എന്നുള്ളതും സ്യൂട്ടബിൾ ക്രോപ്പ് ഈസ് സെലക്റ്റഡ് ബൈ സ്റ്റഡിയിങ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്, pH ആൻഡ് വാട്ടർ അവൈലബിലിറ്റി ഇൻ ദ സോയിൽ. ഈ 2 പോയിൻ്റാണ് എഴുതേണ്ടത്. പോളി ഹൗസ് ഫാമിങ്ങിൽ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. അതുപോലെ തന്നെ ദ ക്രോപ്പ് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പെറൻറ്റ് പോളിത്തീൻ ഷീറ്റ്. ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ സ്യൂട്ടബിളി. താഴെയുള്ള ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇവിടെ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെയാണ് തന്നിട്ടുള്ളത്. അത് ബോണിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ബോണിലുള്ളത് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിഫൈൻ ഷേപ്പ് ടു ദ ബോഡി. ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ തരുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമാണ്. ഇനി അടുത്തത് കണക്ട്സ് അതർ ടിഷ്യൂസ് എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ്? ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഓക്കെ, അവിടെ ബി എന്നുള്ളിടത്ത് ഫൈബ്രസ് ടിഷ്യൂ എന്ന് വരും. ഇനി കണക്റ്റീവ് ടിഷ്യൂവിൽ നേരെ വരുന്നത് ബ്ലഡാണ്. ബ്ലഡിൽ എന്താണ് നമുക്കുള്ളത്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസും റെസിസ്റ്റീവ് ഡിസീസുമാണ് ആ ഒരു ബ്ലഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ആണ്, അറേഞ്ച് കോളം ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. കോളം എ അനുസരിച്ച് ബിയും സിയും കറക്റ്റ് ചെയ്യാൻ. ഇവിടെ വെറൈറ്റീസും പ്രൊഡക്ട്സും അതിൻ്റെ സെക്ടറുമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വെറൈറ്റി മുഗയാണ്. മുഗ എന്ന് പറയുന്നത് സിൽക്കാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്ടർ എന്ന് പറയുന്നത് സെറികൾച്ചറാണ്. അടുത്തത് കട്ട്ലയാണ്. കട്ട്ല എന്ന് പറഞ്ഞാൽ മീറ്റാണ്. മീറ്റുമായി ബന്ധപ്പെട്ടത് പിസികൾച്ചറാണ്. ഓക്കെ, ഞൊടിയുമായി ബന്ധപ്പെട്ടത് ഹണിയാണ്. ഹണിയുടെ ആ ഒരു സെക്ടറാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും ഈ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ വരിക. എല്ലാ കൂട്ടുകാരും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.